ഞാനിപ്പോൾ ഇതേ കുത്തനെയുള്ള ഒരു ഇറക്കത്ത് കൊടും വളവിലാണ് നിൽക്കുന്നത്. പുളിയമല റൂട്ട് നിങ്ങൾ നോക്കുക. ഗിയറിൽ വന്ന് വണ്ടി ഫസ്റ്റ് ഗിയറിൽ വന്നിട്ട് ഈ വളവെടുക്കുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള വണ്ടികൾ, വലിയ വണ്ടികൾ നമുക്ക് എപ്പോഴും റോഡിൽ പ്രതീക്ഷിക്കാം. ഇതേ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ നല്ലൊരു വളവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ മാക്സിമം പോകുക. ഇപ്പോൾ ആ വണ്ടിയൊക്കെ റോങ് ആണ് എടുത്തത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. കാരണം അത്രയധികം വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ടിപ്സ്, ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് കുത്തനെയുള്ള ഇറക്കത്തോട് കൂടിയ വളവുകളുണ്ട്, എസ് ടൈപ്പ് ചുരങ്ങൾ കൂടിയ വളവുകൾ. ഇപ്പം ഞങ്ങളുടെ ഇടുക്കിയിൽ അത്തരത്തിലുള്ള റോഡുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് പുളിയന്മല റോഡ്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്, ഒപ്പം എസ് ടൈപ്പ് വളവുകളാണ്. വണ്ടി ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വണ്ടി ഓടിക്കാനായിട്ട് അറിയത്തില്ലാത്ത ഒരാളാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു റോഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡുകളിൽ എങ്ങനെ ശരിയായ രീതിയിൽ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാം? വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടന്റ് ആയിട്ട് ചെയ്യാനായിട്ട്, പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചതിൻ്റെ പിന്നിലെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ന്യൂസിലൂടെ കേട്ട ഒരു കാര്യമാണ്. പത്തനംതിട്ട നിലയ്ക്കലിന് സമീപം 64 പേര് സഞ്ചരിച്ചിരുന്ന, തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, അവിടെ നല്ല രീതിയിലുള്ള വളവും ഇറക്കവുമായിരുന്നു. ഇലവുങ്കൽ മുതൽ എരുമേലി വരെ ഏകദേശം 2.5 കിലോമീറ്റർ നല്ല കൊടും വളവും ഇറക്കവുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വളവിൽ ഡ്രൈവ് ചെയ്ത സമയത്ത് ഈ തമിഴ്നാട് വാഹനം ഓടിച്ച ഡ്രൈവർ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ബ്രേക്ക് നഷ്ടമായി എന്നുള്ളതാണ് കേട്ടത്. എന്നാൽ ഇന്നത്തെ ന്യൂസിൽ കേൾക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം ഇന്ധനം ലാഭിക്കാനായിട്ട് ന്യൂട്രൽ ഗിയറിലിട്ട് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്തു പോയി എന്നുള്ളതാണ് കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിനോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കാം. ഞാൻ അത്തരത്തിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും സഹോദര തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് അനീഷ് എന്നാണ്. വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള റോഡുകളിൽ വണ്ടി ഓടിച്ച് പരിചയമുള്ള, വലിയ വണ്ടികൾ, എല്ലാ വണ്ടികളും ഓടിച്ച് പരിചയമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒന്നാമത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിക്കെല്ലാം ആള് കൂടുതലാണ്. നമ്മളിവിടെയുള്ള വണ്ടിക്കൊക്കെ 49 സീറ്റാണ് പെർമിറ്റ്. അവിടെ 52 സീറ്റ് വണ്ടികൾ വരെ ഉണ്ട്. അപ്പൊ അത്തരം വണ്ടികളിൽ അവർ 60 പേര് 67 പേരാണ് വരുന്നത്. അപ്പം വണ്ടിയുടെ തന്നെയല്ല, സ്വതവേ അവിടുത്തെ ബോഡിക്ക് വെയിറ്റ് കൂടുതലുമാണ്. ചെറിയ ഗിയറിൽ ഇറങ്ങി വരും. അവർക്ക് ഈ ഇറക്കം കണ്ടാൽ ന്യൂട്രടിക്കുന്ന സ്വഭാവം ചില ഡ്രൈവർമാർക്കുണ്ട്, ഡീസൽ മൈലേജ് നോക്കാൻ. പിന്നെ അത് നമുക്ക് പറയാനും പറ്റത്തില്ല. ചിലപ്പം പുള്ളി ഗിയർ പറിച്ചു കൊടുത്തപ്പോ ന്യൂട്രായി പോയതാണോന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാല്, ഇപ്പൊ പുള്ളി ചിലപ്പോ ചെറിയ ഗിയറിലേക്ക് ഇറങ്ങി വന്നിരുന്നിട്ട് പറിച്ച് ന്യൂട്രൽ വന്നപ്പോഴത്തേക്ക് വളവ് വരുവോ? അപ്പൊ ചെറിയ ഗിയറിൽ ഇറങ്ങി വന്ന് ചവിട്ടി ഏറെ കുറഞ്ഞായിരിക്കും നിന്നത്. നമ്മളിപ്പോ ചെറിയ ഗിയറിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാലും ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോഴത്തേന്, കൂടുതൽ ബ്രേക്കിംഗ് വരുമ്പോഴത്തേന് എയർ ഇറങ്ങിപ്പോവും. അതാണ് ഈ നമ്മൾ ശബരിമല സീസണിൽ വരുന്ന എല്ലാ വണ്ടിക്കാർക്കും സംഭവിക്കുന്നതാ. ഓക്കെ. അപ്പൊ സാധാരണ ഇങ്ങനെ വരുന്ന സമയത്ത് ഏത് ഗിയറിലൊക്കെയാണ് ചേട്ടാ ഇറങ്ങി വരുന്ന വണ്ടി? നമുക്ക് സെക്കൻഡിലും തേർഡിലും വരാം. തേർഡിലും വരുമ്പോഴും നമ്മൾ ഇച്ചിരി സൂക്ഷിച്ചു വരണം. തേർഡ് ഇപ്പൊ ഇവിടുത്തെ വണ്ടിക്കാർക്കൊക്കെ വഴി അറിയാവുന്നതുകൊണ്ട് നമുക്ക് തേർഡിലൊക്കെ ഇറങ്ങി വരാം. തേർഡും സെക്കൻഡും കൊടുത്ത് തന്നെ വേണം ഇറങ്ങി വരാൻ. ഇത്തരത്തിലുള്ള വളവുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഡ്രൈവറും പരമാവധി ടോർക്ക് കൂടിയ ഗിയറിൽ ബ്രേക്ക് ചെയ്ത് വണ്ടിയായിട്ട് പോവുക. അതായത് ടോർക്ക് കൂടിയ ഗിയർ എന്ന് പറയുന്നത്, ഇപ്പോൾ വലിയ വണ്ടികളിലാണെങ്കിൽ സെക്കൻഡ് ഗിയർ മതി. സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നമ്മൾ ബ്രേക്ക് ചെയ്താണ് ഇറങ്ങുന്നതെങ്കിൽ ആ ഗിയറിൻ്റെ പിടുത്തവും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത്രയധികം ഒരു ബ്രേക്ക് നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. കൂടുതലായിട്ടുള്ള ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എയർ ബ്രേക്കുള്ള വാഹനങ്ങളാണ് വലിയ വണ്ടികൾ. അപ്പോൾ ആ വണ്ടിയുടെ എയർ ഇറങ്ങി പോകാനും ബ്രേക്ക് വളരെ വേഗത്തിൽ നഷ്ടമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ ആ ഒരു ഡ്രൈവർ ആ ഇറക്കത്ത് ഇറങ്ങിയ സമയത്ത് ചിലപ്പോൾ ഒരു തേർഡിലോ ഫോർത്തിലോ ഒക്കെ ഇട്ട് വണ്ടി ഇറങ്ങി വരികയായിരിക്കാം ചെയ്തത്. ഒരു പക്ഷെങ്കിൽ ആ ഒരു ടൈമിൽ കൂടുതലായിട്ടുള്ള ബ്രേക്കിംഗ് ഈ വളവിലും തിരിവുകളിലും അടുപ്പിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതലായിട്ട് എയർ ഇറങ്ങി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എയർ ഇറങ്ങി പോയി കഴിയുമ്പോൾ നമ്മൾ പിന്നീട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇതേ കുത്തനെയുള്ള ഒരു ഇറക്കത്ത് കൊടും വളവിലാണ് നിൽക്കുന്നത്. പുളിയമല റൂട്ട് നിങ്ങൾ നോക്കുക. തേർഡിലാണ് ഞാൻ വരുന്നത്. സെക്കൻഡിലേക്ക് ഇടുന്നു, വീണ്ടും ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് ഗിയറിൽ വന്ന് വണ്ടി ഫസ്റ്റ് ഗിയറിൽ വന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് താങ്ങിയാണ് ഞാനിതേ
ഈ വളവെടുക്കുന്നത്. ഓക്കെ, ഇനി താഴോട്ടുള്ള ഇത്തരത്തിലുള്ള റോഡുകൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കാണുക. എങ്ങനെയാണ് ഞാൻ ബ്രേക്ക് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഓരോ ഗിയറും എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. നിങ്ങൾക്ക് ഒരു ബിഗിനറിന് ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക. നമുക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലച്ച് പിടിച്ച് തേർഡിൽ പോകാം, കുഴപ്പമില്ല. ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ തേർഡ് ഗിയറിൽ ഇത്തരത്തിൽ ബ്രേക്ക് താങ്ങി നമുക്ക് ഇത്തരത്തിലുള്ള ഇറക്കങ്ങൾ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇതുപോലെയുള്ള വണ്ടികൾ, വലിയ വണ്ടികൾ നമുക്ക് എപ്പോഴും റോഡിൽ പ്രതീക്ഷിക്കാം. തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ നല്ലൊരു വളവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അതിനുശേഷം ബ്രേക്ക് താങ്ങിയിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ മാക്സിമം പോകുക. ഇപ്പോൾ ആ വണ്ടിയൊക്കെ റോങ് ആണ് എടുത്തത്, ഈ സെൻറ്ററിലൂടെയാണ് പോകുന്നത്. കാരണം ഇവിടുന്ന് ഒരു ബസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വണ്ടിയോ കയറി വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഈ ഗിയറിൻ്റെ പിടുത്തവും ഒപ്പം ബ്രേക്കിൻ്റെ പിടുത്തവും ആയി കഴിയുമ്പോൾ എനിക്കിത് വണ്ടി മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇറങ്ങി വരാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഞാനിവിടെ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്നത്. ഓക്കെ, എൻ്റെ കാലത്തെ ബ്രേക്ക് നിൽക്കുന്നു, സെക്കൻഡ് ഗിയറിൽ പോകുന്നു. ഓക്കെ, അപ്പോൾ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറും ബ്രേക്കുമാണ്. നമുക്ക് വേണമെങ്കിൽ തേർഡ് ഗിയറിൽ ഇറങ്ങാം, പക്ഷെങ്കിൽ ഈ ഇപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ബ്രേക്ക് എന്നൊന്ന് അയക്കുകയാണ്. നിങ്ങൾ നോക്കുക, അപ്പോൾ ഈ ഗിയറിൻ്റെ പിടുത്തത്തിലാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. അപ്പം ഗിയറിൻ്റെ പിടുത്തം എന്ന് പറയുന്നത് ഒരു ബ്രേക്കിംഗ് ആണ്, ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് ആണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വളവ് നിവർന്നു കഴിഞ്ഞാൽ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്താൽ പ്രശ്നമില്ല. ക്ലച്ച് പിടിക്കുന്നു, ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബ്രേക്കിലേക്ക് വീണ്ടും വരുന്നു, തേർഡ് ഗിയർ വരുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. ഓക്കെ, ഇനി വേണ്ട നമുക്ക് വേണമെങ്കിൽ ഫോർത്ത് കൊടുക്കാം. ഓക്കെ, ക്ലച്ച് പിടിക്കുക, ഫോർത്ത് ഗിയറിലേക്ക് ഇടുക, ബ്രേക്കിലേക്ക് വരിക. ഇനി ഈ വളവിൻ്റെ അളവ് കൂടുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ചെയ്യേണ്ടത് ഇതുപോലെ ഫോർത്ത് ഗിയറിലൊന്നും വരണ്ട, പരമാവധി നിങ്ങളൊരു തേർഡ് ഗിയർ വരെ ഇട്ട് നോക്കിക്കോളൂ, പ്രശ്നമില്ല. വീണ്ടും ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഇടുകയാണ്, കാരണം ഇവിടെ നല്ല രീതിയിലുള്ള ഒരു വളവാണ്. ഓക്കെ, എന്നിട്ട് എൻ്റെ കാല് ബ്രേക്ക് നിൽക്കുന്നു. അപ്പം ആ തേർഡ് ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കും കൂടെ ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ വാഹനത്തിന് ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഒരുപാട് കൊടുക്കേണ്ട. ആ എഞ്ചിൻ ബ്രേക്കിങ്ങും ബ്രേക്കും കൂടെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വണ്ടിയെ പിടിച്ചു നിർത്താനായിട്ട് കഴിയുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നല്ല രീതിയിലുള്ള ഒരു എസ് ടൈപ്പ് വളവാണ്. ഇവിടെ ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ബ്രേക്കിലേക്ക് എൻ്റെ കാല് നിൽക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഗിയറും ബ്രേക്കും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വണ്ടിക്ക് പിടുത്തമുണ്ട്. എന്നിട്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ച് നമ്മളിങ്ങനെ വരുന്നു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, വീണ്ടും നമ്മൾ ബ്രേക്ക് പെഡലിലേക്ക് വരുന്നു, മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള കുത്തനെയുള്ള ഇറക്കങ്ങൾ, എസ് ടൈപ്പ് റോഡുകളിൽ നമ്മൾ ബ്രേക്ക് താങ്ങി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ആ ഒരു അപകടം ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യത്തെ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെക്കാം. നമുക്കൊരു ചെറിയ വണ്ടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള വളവിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു തേർഡ് ഗിയറും ബ്രേക്കും മതി. നല്ല കൊടും വളവ് വരുമ്പോഴത്തേന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡിലോ ഫസ്റ്റിലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ ബസ്, ലോറി പോലെയുള്ള വണ്ടികൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ആ വണ്ടിക്ക് ഓൾറെഡി നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നല്ല രീതിയിലുള്ള വളവാണ്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ വരുന്ന സമയത്ത് പരമാവധി ഒരു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ആ ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്ക് കമ്മിയായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു വണ്ടിയെ ഏറ്റവും സേഫായിട്ട് തന്നെ ഇറങ്ങി വരാനായിട്ട് സാധിക്കും. മറ്റേത് നമ്മൾ തേർഡ് ഗിയറിലും അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലും ഇറങ്ങി വരുന്നു, ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തുമ്പോൾ അത്തരത്തിലുള്ള വലിയ വണ്ടികൾക്ക് എയർ ബ്രേക്കിൻ്റെ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ബ്രേക്കിംഗ് ഇതുപോലെ കൊള്ളിച്ച് ചവിട്ടുമ്പോൾ ആ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കുറയുകയും വലിയ അപകടങ്ങളുണ്ടാകും. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്, വലിയ വണ്ടി തേർഡ് ഗിയറിൽ ഇറങ്ങി വരികയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമ്മളിവിടെ എല്ലാം ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ വണ്ടിയെ ചെയ്യുന്ന പോലെ നമുക്കിത് ഇങ്ങനെ ക്ലച്ച് വെട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. അത് എളുപ്പമാണ്, റണ്ണിങ്ങിലിടാം. പക്ഷേങ്കിൽ വലിയ വണ്ടികളിൽ അത് പറ്റത്തില്ല. വണ്ടിയുടെ റണ്ണിങ് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഗിയർ വീഴത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം സെക്കൻഡ് ഗിയർ വീഴാതെ വരുമ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ പറിച്ച് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇട്ടല്ലോ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ വണ്ടിയിൽ ആ ഗിയർ വീഴാതെ വരികയും ന്യൂട്രൽ പോയിന്റിൽ വണ്ടി കിടക്കുകയും ചെയ്യും. അപ്പം ബ്രേക്കും ചവിട്ടുമ്പോൾ ബ്രേക്കും കൂടെ കിട്ടത്തില്ല, വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോയിട്ട് ഇടിച്ച് മറിയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം വലിയ വണ്ടികൾ അതാണ് ചെയ്യേണ്ടത്. ചെറിയ വണ്ടികളാണെങ്കിൽ നമുക്ക് ഈസിയാണ്. ഇങ്ങനെ തേർഡ് ഗിയറിൽ വരുന്നു, നമ്മളിങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് മുന്നിലൊരു വളവ് വന്നു, ബ്രേക്ക് നമുക്ക് ഇങ്ങനെ കാല് വെച്ചിട്ട് ഈ ചെറിയ റണ്ണിങ്ങിൽ തന്നെ ക്ലച്ച് പിടിച്ച് തേടിയിട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയച്ച പ്രശ്നമില്ല. ഇപ്പോൾ തന്നെ നിങ്ങളിവിടെ നോക്കുക, ഒരു വളവ്, ബ്രേക്ക് കാല് വരുന്നു, ക്ലച്ച് പിടിച്ചിട്ട് ഞാനിത് സെക്കൻഡിലേക്ക് ഇടുന്നു, എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുന്നു, വണ്ടിക്ക് പിടുത്തമുണ്ട്. അപ്പോൾ ആ ഗിയർ വീഴും. മറ്റേതാണെങ്കിൽ ഗിയർ വീഴത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള
കൊടും എസ് ടൈപ്പ് വളവുകളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക. അപ്പോൾ അതിന് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇത് റിഫ്ലക്ടറുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ വെച്ച് നമുക്കിത് ഇതുപോലെ ലെഫ്റ്റ് സൈഡ് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യാം. പരമാവധി ഒരു തേർഡ് ഗിയർ വരെ ഉപയോഗിക്കുക. ഓരോ വളവുകൾ നമ്മൾ ഇറക്കം കൂടിയ വളവുകൾ, നല്ല വളവുകൾ എടുക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ ഇട്ട് ബ്രേക്ക് ചെയ്തിട്ട് വണ്ടിയെ തിരിയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് അവിടെ വരത്തില്ല. എൻജിൻ ബ്രേക്കിങ്ങും നമ്മൾ ഫുഡ് പെഡലിൻ്റെ ബ്രേക്കിംഗ് കൂടെ വരുമ്പോഴത്തേന് ഒരുപാട് ബ്രേക്കിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് വണ്ടിയെ 2 മെത്തേഡിൽ സ്ലോ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇനി കൃത്യമായിട്ടും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്കൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, കട്ടപ്പനയിലാണ് സ്കൂള്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പാണ്. വാട്സപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.